മാം സ്റ്റാർട്ട് ചെയ്തോളൂ. ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് സൺഡേ. ഇന്നത്തെ സൺഡേ ഈ സമയത്ത് ഈ സൺഡേയിലും ഈ മോർണിംഗ് സർക്കിളിൽ ഇവിടെ വന്ന് ഈ സെഷൻ അറ്റൻഡ് ചെയ്യാൻ വന്ന എല്ലാവർക്കും നല്ലൊരു സൺഡേ ആദ്യമായിട്ട് തന്നെ ആശംസിക്കുന്നു. ഇന്നത്തെ മോർണിംഗ് സെഷനിലെ ടോപ്പിക് ഗ്രോ വിത്ത് യുവർ ചൈൽഡ്, കുട്ടിയോടൊപ്പം വളരുക എന്നുള്ളതാണ്. ഒരു കുട്ടിയെ നമ്മൾ വളർത്തെടുക്കുമ്പോൾ, ഒരു കുട്ടി വളർന്നു വരുമ്പോൾ ആ വളർച്ചയിൽ ഒരുപാട് ആൾക്കാരുടെ സ്വാധീനം ഉണ്ടാവാറുണ്ട്. അത് രക്ഷിതാക്കളാവട്ടെ, സ്കൂളിലാവട്ടെ, സമൂഹമാവട്ടെ, ഇവരെല്ലാം ആ കുട്ടിയുടെ വളർച്ചയിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. നമുക്ക് തീർച്ചയായിട്ടും പറയാം, ഒരു കുട്ടിയുടെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കുന്നത് നമ്മളെ രക്ഷിതാക്കൾ തന്നെയാണ്. ഒരു കുട്ടി ഒരു സമൂഹത്തിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു കുട്ടി ജനിക്കുമ്പോൾ അവിടെ ഒരു പേരന്റ് ജനിക്കുന്നു. ആ വ്യക്തി പേരന്റിലേക്ക് മാറുമ്പോൾ അയാൾ അല്ലെങ്കിൽ അവർ അന്ന് വരെ ജീവിച്ച ഒരു ജീവിതം ആയിരിക്കില്ല ജീവിക്കുന്നത്. തികച്ചും മാറ്റം ഉള്ള ഒരു ജീവിതമായിരിക്കും പിന്നീട് അവർക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ആശയക്കുഴപ്പങ്ങളും അറിവില്ലായ്മയും ഒക്കെ ഇതെല്ലാം മാറ്റി നിർത്തി ഇതെല്ലാം ഓവർകം ചെയ്ത് വരുമ്പോഴാണ് നല്ലൊരു രക്ഷിതാവിന്റെ റോളിലേക്ക് എത്തുള്ളൂ. അതാണ് ആ കുട്ടിയുടെ വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം എന്ന് പറയുന്നത്. നമ്മൾ ഈ ചൈൽഡ്ഹുഡിലെ, അതായത് ഒരു 2-3 വയസ്സിലാണ് ആ ഒരു കുട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു ഗ്രോത്ത് കിടക്കുന്നത്. ഈ ഗ്രോത്തിൽ നമ്മൾ എന്തൊക്കെ നമ്മൾ കുട്ടിക്ക് കൊടുക്കുന്നുവോ, അതായത് ഒരു 10 വയസ്സിന് മുന്നേ ഈ ഒരു കുട്ടിയുടെ രക്ഷിതാക്കളെ നമ്മൾ എന്തൊക്കെ കുട്ടിക്ക് കൊടുക്കുന്നുവോ, അതാണ് പിന്നീട് ആ കുട്ടിയെ നല്ല വ്യക്തികളാക്കി തീർക്കാൻ, നല്ല മൂല്യബോധമുള്ള ആക്കി തീർക്കാൻ, സൊസൈറ്റിയിലേക്ക് ആ കുട്ടിയെ നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഗുണങ്ങളൊക്കെ കൂടി ഒരു കുട്ടിയാക്കി കൊടുക്കണമെങ്കിൽ നമ്മൾ കുറച്ച് മാറ്റങ്ങൾക്ക് വിധേയമാവേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമ്മളുടെ ആ കുട്ടിയുടെ ആ വളർച്ച ശരിയായ ദിശയിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്നത്തെ ഗ്രോ വിത്ത് യുവർ ചൈൽഡിൽ നമ്മൾക്ക് അറിയാവുന്ന, നമ്മളെപ്പോഴും കേൾക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇതൊരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ് ഗ്രോ വിത്ത് യുവർ ചൈൽഡ്. നമുക്കറിയാം, നമ്മളോട് നമ്മൾ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഹസ്ബൻഡിനോടോ അല്ലെങ്കിൽ അച്ഛനോടോ അമ്മയോടോ നമ്മളൊരു കാര്യം സംസാരിക്കാൻ പോവുകയാണ്. അപ്പോൾ അവരവിടെ വേറെന്തൊക്കെയോ പണിയിലാണ്, എന്തൊക്കെയോ വർക്ക് ചെയ്യാണ്. നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അവരൊന്നും കേൾക്കുന്നില്ല. അവർ ഭയങ്കര ജോലിയിലാണ്. എന്തായിരിക്കും നമ്മളുടെ അപ്പോഴത്തെ ആ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും? ആരെങ്കിലും ഒന്ന് പറയൂ. ഹലോ. ഓക്കെ, നമ്മൾ പറയുന്നത് ആരും കേട്ടിട്ടില്ല എങ്കിൽ നിരാശ, ഭയങ്കര നിരാശയായിരിക്കും അല്ലേ നമുക്ക്. ദേഷ്യവും നിരാശയും ഒക്കെ തോന്നും. അപ്പോൾ ഇതേ സ്റ്റേജാണ്, ഇതേ അവസ്ഥയാണ് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവുന്നത്. അവര് പറയുന്നത് കേൾക്കാത്ത ഒരു സിറ്റുവേഷനിൽ ആ കുട്ടികൾക്ക് ഭയങ്കര നിരാശ വരും, ഭയങ്കര ദേഷ്യം വരും. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് കിട്ടേണ്ട ഇത് ആക്റ്റീവ് ലിസണിങ് ആണ്. അതായത് ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളത്. ഒരു കുട്ടി നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം പറയാൻ വരികയാണ്, നമ്മളവിടെ തകൃതിയായി ജോലിയാണ്. അപ്പൊ അടുക്കളയിൽ പാത്രം കഴുകുന്നുണ്ട്, കുക്കിംഗ് ഉണ്ട്, മറ്റ് പല 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 ജോലികളാണ്. അപ്പൊ ഈ കുട്ടി ഓടി വന്ന് നമ്മളോട് ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ അത് ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളത് ആദ്യത്തെ സ്റ്റെപ്പാണ്. ആ സമയത്ത് ആ കുട്ടി 1-2 വട്ടമൊക്കെ നമ്മളെ അടുത്തേക്ക് കാര്യം പറയാൻ വേണ്ടി വരും. പക്ഷെ നമ്മളത് ശ്രദ്ധിച്ച് പോയിട്ടില്ല എങ്കിൽ
പിന്നീട് ആ കുട്ടി നമ്മളുടെ അടുത്തേക്ക് വരാൻ ഒന്ന് മടിക്കും. ആ കുട്ടിയുടെ ആത്മവിശ്വാസം പോവുകയാണ്. കാരണം എന്നെ കേൾക്കാൻ ആരുമില്ല എന്നുള്ള ഒരു തോന്നൽ കുട്ടിക്ക് വരികയാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് ആ കുട്ടി നമ്മളുടെ അടുത്തേക്ക് വരാനുള്ള സാധ്യത കുറയും. ഇപ്പം നമ്മൾ ചെയ്യേണ്ടത്, കുട്ടി നമ്മളുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ ആ കുട്ടിയെ കേൾക്കുക, കുട്ടി പറയുന്നത് മുഴുവനായിട്ട് കേൾക്കുക. അത് ആ സമയത്ത് നമ്മൾ ഒരു ജോലിയും ചെയ്യാതിരിക്കുക. ചിലവർ ടി വിയിലും ഇപ്പൊ ഫോണൊക്കെ ഉള്ളത് കൊണ്ട് ഫോണിലായിരിക്കും, കുട്ടി അവിടെ ഇരുന്ന് ഇങ്ങനെ കഥ പറയുന്നുണ്ടാവും. പക്ഷെ നമുക്ക് നമ്മളെ ജോലിയും ഉണ്ടാവും. അതല്ല, നമ്മൾ ജോലി ചെയ്യാതെ മറ്റൊരു വർക്കും ചെയ്യാതെ അവിടെ ഇരുന്ന് നമ്മൾ കുട്ടിയെ കണ്ണിൽ നോക്കി കുട്ടികൾ കേൾക്കുക. എന്നിട്ട് ചെറിയ ചെറിയ പ്രതികരണങ്ങളൊക്കെ നമ്മൾ കൊടുക്കുക. അതായത് അതെയോ, ആണോ, നീ അവിടെ പോയോ, സ്കൂളിലൊക്കെ വിട്ടു വരുന്ന ഒരു കുട്ടിയൊക്കെ ആകുമ്പോൾ ഇതൊക്കെ പറയാനുണ്ടാവും. അത് ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് സ്കൂളിൽ വിട്ടിട്ട് കുട്ടികൾ വരുമല്ലോ, ആ വരുന്ന സമയത്ത് വീട്ടിലുള്ള ഒരു രക്ഷിതാവാണെങ്കിൽ കുട്ടിയെ ആ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ കുട്ടിക്ക് പറയാനുണ്ടാവും. അപ്പൊ ആ ഒരു ടൈം ആ കുട്ടിക്കായിട്ട് മാറ്റി വെക്കുക, ഒരു 10-15 മിനിറ്റ് എന്ന് വെച്ചാൽ സ്കൂളിലൊക്കെ ഇരുന്ന് രാവിലെ തൊട്ടൊരു വൈകുന്നേരം വരെ ഇരുന്ന് ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് കുട്ടി വരുന്നത്. അപ്പോൾ ആ വരുന്ന സമയത്ത് നമ്മൾ ആ സന്തോഷത്തെ നമ്മൾ ഏറ്റെടുക്കുക, ആ കുട്ടിക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുക്കുക. ഇത് ചെറിയ കുട്ടികളുടെ കാര്യത്തിലായാലും വലിയ കുട്ടികളുടെ കാര്യത്തിലായാലും ഇനിയിപ്പോൾ ഒരു ടീനേജ് പ്രായത്തിൽ അല്ലാതെ ഇപ്പോൾ കുറച്ചും കൂടി അങ്ങോട്ടേക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ അടുത്തായിരിക്കില്ല നമ്മുടെ കുട്ടികൾ ഉണ്ടാവുക. അവർ കുറച്ച് +2 എല്ലാം കഴിഞ്ഞാൽ കുറച്ച് ദൂരെ ആയിരിക്കും. അങ്ങനെയൊക്കെ വരുന്നു കഴിഞ്ഞാൽ അവരുടെ ഒരു 10-15 മിനിറ്റ് ഡെയിലി അവരോട് ഫോണിൽ സംസാരിക്കുക. ഇപ്പൊ ഫോണോ വീഡിയോ കോൾ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ആശയം ഇതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ അവരെ ഫോണിലെങ്കിലും വിളിച്ച് ഒരു 10 മിനിറ്റ് അവരോട് ഒന്ന് സംസാരിക്കാം. അതാണ് ആക്റ്റീവ് ലിസണിങ്. പറയുന്ന സമയത്ത് ആ കുട്ടികൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ കയറി അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അങ്ങോട്ടേക്ക് ചോദിക്കാതിരിക്കുക. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവർ പറയട്ടെ, അത് നമ്മൾ ശ്രദ്ധയോടുകൂടി കേൾക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഈ കേൾക്കൽ എന്നുള്ളതിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ചും കൂടി വലുതായാൽ ആ കുട്ടിയുടെ ലൈഫിൽ എന്ത് വന്നാലും, ഇനിയിപ്പോൾ ഒരു തെറ്റ് അറിയാതെ പറ്റിപ്പോയി എന്നുണ്ടെങ്കിലും അത് ആ കുട്ടിയെ നമ്മളുടെ അടുത്ത് വന്നിട്ട് പറയും. സ്കൂളിലുള്ള എല്ലാ വിശേഷങ്ങളും നമ്മളോട് വന്ന് പറയും. അതുകൊണ്ട് ആക്റ്റീവ് ലിസണിങ്, ശ്രദ്ധയോടെ കേട്ടിരിക്കുക എന്നുള്ളത് ഒരു കുട്ടിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു രക്ഷിതാവിനെ സംബന്ധിച്ച് അവരുടെ ആ കുട്ടിയുടെ വളർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പൊ വന്ന് പറയുന്നതിൽ ചിലപ്പോൾ കുട്ടികളുടെ മിസ്റ്റേക്ക് ഉണ്ടാവും, ടീച്ചേഴ്സിന്റെ മിസ്റ്റേക്ക് ഉണ്ടാവും, ഫ്രണ്ട്സിന്റെ മിസ്റ്റേക്ക് ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. പറയുന്നതിൽ ഇതെല്ലാം പെടും. പക്ഷെ അപ്പോഴൊന്നും നമ്മൾ ഒരു കുറ്റപ്പെടുത്താതെ, മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ നമ്മൾ വെറുതെ കേട്ടിരിക്കുക. നമുക്ക് പറയാനുള്ളത് ആ കേട്ട് കഴിഞ്ഞതിന് ശേഷം പറയാം. അതിൽ കുറ്റപ്പെടുത്തലുകൾ പരമാവധി ഒഴിവാക്കുക എന്നുള്ള കാര്യം വളരെ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ആക്സെപ്റ്റ് ഇമോഷൻസ് എന്നുള്ളതാണ്. ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ പറയും, ചെറിയ കുട്ടിയല്ലേ, ആ കുട്ടിക്ക് ഇമോഷൻസിന് നമ്മൾ ഒരുപാട് വാല്യൂ കൊടുത്തിട്ടുണ്ടോ എന്ന് സംശയമാണ്. നമ്മുടെ വീട്ടിലും വീടിൻ്റെ അടുത്തൊക്കെ ഒരുപാട് ചെറിയ ചെറിയ കുട്ടികളുണ്ട്. നമ്മൾ വിചാരം അവർക്ക് ഇമോഷൻസ് ഒന്നും ഇല്ല, ചെറിയ കുട്ടിയാണ് എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല, അവർക്ക് കൃത്യമായിട്ടുള്ള ഇമോഷൻസ് അവർക്കുണ്ട്. അത് പക്ഷെ ആ ഒരു കുട്ടി അത് പ്രകടിപ്പിക്കുന്നത്, പല കുട്ടികളും പ്രകടിപ്പിക്കുന്നത് പല രീതിയിലാണ്. ചില കുട്ടികൾ അവർക്ക് ഉള്ളിലുള്ള കാര്യം കിട്ടിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അത് പ്രകടിപ്പിക്കുന്നത് ദേഷ്യം പിടിച്ചിട്ടായിരിക്കും, ദേഷ്യത്തോട് കൂടിയിട്ടായിരിക്കും, ചിലപ്പോൾ കരഞ്ഞിട്ടായിരിക്കും. അത് കിട്ടുന്നത് വരെ ആ കുട്ടി ആ ദേഷ്യം പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ആ ഇമോഷൻസിനെ അത് നമ്മൾ അങ്ങനെ തന്നെ ഏറ്റെടുക്കുക. ഓക്കെ, ഇപ്പൊ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു 3 കുട്ടികളുള്ള ഒരു വീടുണ്ട്. അവിടെ ഏറ്റവും മൂത്ത കുട്ടി
ഭയങ്കര ദേഷ്യക്കാരനാണെന്ന് പറയും. അപ്പോൾ അതിനെ സംസാരിച്ച് നോക്കുമ്പോൾ അവരെ രണ്ട് ചെറിയ കുട്ടികളെ നോക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ മൂത്ത കുട്ടിയുടെ വളർച്ച രക്ഷിതാവ് കാണാതെ പോകുന്നുണ്ടോ ഒരു സംശയം. ഓക്കെ, അതായത് അത് നമ്മൾ കാണാതെ പോകരുത്. ഈ കുട്ടിയെ നമ്മൾ നോക്കുമ്പോൾ ആ കുട്ടിക്ക് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുമ്പോൾ മറ്റേ കുട്ടിയും ഇപ്പുറത്ത് ഇതേ ഇമോഷനോടുകൂടി ഇതേ കെയർ കിട്ടണം എന്ന് വിചാരിച്ച് ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ അതിനെ നമ്മൾ കാണാതെ പോകരുത്. ആ ഒരു കുട്ടിയുടെ വിഷമത്തെയും കുട്ടിയുടെ ഇമോഷൻസിനെയും നമ്മൾ അങ്ങനെ തന്നെ ഏറ്റെടുത്ത്, വിഷമമായിട്ടുണ്ടെങ്കിൽ സാരമില്ല, അല്ലെങ്കിൽ കുട്ടിക്ക് വിഷമമായോ എന്ന് നമ്മൾ ചോദിക്കണം. ഇനിയിപ്പോ കുട്ടി ദേഷ്യം പിടിക്കാന്ന് വിചാരിക്കാം. കുട്ടികൾ ദേഷ്യം പിടിക്കരുത് എന്നൊക്കെ നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ല. കുട്ടികൾ ദേഷ്യം പിടിക്കണം, ആ ദേഷ്യം അവർ എക്സ്പ്രസ് ചെയ്യണം. ഓക്കെ, ഇനിയിപ്പോൾ കരച്ചിൽ വന്നാൽ കരച്ചിലും കുട്ടികൾ എക്സ്പ്രസ് ചെയ്യണം. ഇതിനൊക്കെയുള്ള ഒരു സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ അത് അടക്കി നിർത്താതെ അത് ചെയ്യട്ടെ, അത് പുറത്തേക്ക് വരട്ടെ. ഓക്കെ, അതിന് നമ്മൾ അമർത്തി കൊടുക്കാതെ അതവർ കരയാണെങ്കിൽ കരയട്ടെ, ദേഷ്യം പിടിക്കുകയാണെങ്കിൽ ദേഷ്യം പിടിക്കട്ടെ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ അതിനെ മാറ്റിയാൽ മാത്രമേ അവിടെ കുട്ടികളുടെ ഇമോഷൻസിന് കൃത്യമായിട്ടുള്ള ഒരു വാല്യൂ നമ്മൾ കിട്ടുള്ളൂ. അടുത്ത ഇതാണ് അപ്രിസിയേഷൻ, നമ്മൾ അഭിനന്ദിക്കുക എന്നുള്ളത്. അവിടെ നമ്മൾ ഒരു ചെറിയ കാര്യം ഒരു കുട്ടി നമ്മളെ അടുത്ത് വന്ന് പറയുകയാണെങ്കിൽ പോലും, ഇപ്പോൾ ഒരു ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ, സ്കൂളിലൊക്കെ വിട്ട് വരുമ്പോൾ കുട്ടിയാണെങ്കിൽ ഒരു പെൻസിൽ ഒരു കുട്ടിക്ക് ഫ്രണ്ടിന് കൊടുത്തു, അല്ലെങ്കിൽ ഒരു റബ്ബർ ഫ്രണ്ടിന് കൊടുത്തു. അത് ചിലപ്പോൾ നമ്മളെ സംബന്ധിച്ച് അത് ചെറിയ കാര്യമാണെങ്കിൽ കുട്ടിയെ സംബന്ധിച്ചത് വലിയ കാര്യമാണ്. അപ്പൊ അതെയോ, നല്ല കുട്ടിയാണല്ലോ, നല്ല കാര്യമാണല്ലോ ചെയ്തത് എന്ന് പറഞ്ഞ് അതെ കുട്ടി ചെറിയതായിട്ടുണ്ടെങ്കിൽ ഒന്ന് അപ്രീസിയേഷൻ കൊടുക്കുക. അതേപോലെ പരീക്ഷയ്ക്കൊക്കെ മാർക്ക് വാങ്ങിയിട്ട് വരുമ്പോൾ ചെറിയ മാർക്കാണെങ്കിൽ കൂടി അത് കുട്ടി ചിലപ്പോൾ സങ്കടത്തിലായിരിക്കും വന്നിട്ട് പറയുക, അയ്യോ മാർക്ക് കുറഞ്ഞു പോയല്ലോ എന്ന്. പക്ഷെ നമ്മൾ പറയുമ്പോൾ അത് നല്ല മാർക്കാണല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അപ്രിസിയേഷൻ, അതിപ്പോൾ ചെറിയ ജോലികളായിക്കോട്ടെ, എന്ത് ചെറിയ ചെറിയ ജോലി ചെയ്താലും ഇപ്പൊ പ്രായത്തിനനുസരിച്ചുള്ള ജോലികൾ നമ്മൾ കുട്ടിക്ക് കൊടുക്കാറുണ്ട്. അപ്പൊ അതൊക്കെ ചെയ്തു കഴിഞ്ഞ് വരുമ്പോൾ ഒരു കുട്ടിയോട് നമ്മൾ നല്ലോണം ചെയ്തല്ലോ, നല്ല എന്ന് പറഞ്ഞ് ഗുഡ് എന്ന് പറഞ്ഞിട്ട് അപ്രിസിയേഷൻ എപ്പോഴും കൊടുക്കുക. ഇത് ഈ കുട്ടിക്ക് ആത്മവിശ്വാസം കൂട്ടാനും ഇനി അങ്ങോട്ട് ആ കുട്ടികൾക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഒരു മോട്ടിവേഷൻ കൂടിയിട്ടാണ് ഈ അപ്രിസിയേഷൻ എന്നുള്ളത്. നമ്മൾ പലപ്പോഴും അപ്രിസിയേഷൻ കൊടുക്കുന്നത് കുറച്ചും കൂടി വലുതായി ഒരു ടീനേജിലൊക്കെ ആയിട്ടായിരിക്കും അധികം നമ്മളത് ശ്രദ്ധിക്കുക. ചെറിയ കുട്ടികളാകുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കാതെ പോകും. പക്ഷെ അത് പാടില്ല. അത് നമ്മൾ അവർ കൃത്യമായിട്ട് അപ്രീസിയേഷൻ കൊടുത്താൽ അവര് ഈ നേരത്തെ പറഞ്ഞ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ, ആക്റ്റീവ് ലിസണിങ്ങിൽ പറഞ്ഞ പോലെ ഈ ഒരു കമ്മ്യൂണിക്കേഷനിൽ അത് ഏറ്റവും സ്മൂത്തായിട്ട് പോകും. അതുപോലെ തന്നെയാണ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, തുറന്ന ആശയവിനിമയം നമ്മൾ കുട്ടിയുമായിട്ട് നടത്തണം. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഈ മൊബൈലും ടി വിയും എല്ലാം നമ്മൾ കുട്ടികൾ കാണുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ഈ ഗെയിമിലും ഒക്കെ ഏറ്റവും കൂടുതൽ ഈ തോക്ക് ഉപയോഗിച്ചിട്ട് ആൾക്കാരെ വെടിവെച്ചിടുന്നതും ഒരുപാട് ബൈക്ക് മറിച്ചിടുന്നതുമായിട്ടുള്ള കുറച്ച് വയലൻസ് ആയിട്ടുള്ള ഗെയിമുകളും റീൽസും വീഡിയോസും ഒക്കെയാണ് ഇപ്പൊ അധികം കുട്ടികളും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ പറയും ഇത് കാണരുത് എന്നാണ് നമ്മൾ പലപ്പോഴും പറയാറുള്ളത്. ഇത് കാണരുത്, അത് കാണരുത്, അത് ചെയ്യരുത് എന്ന് പറയും. പക്ഷെ അത് എന്തുകൊണ്ട് ചെയ്യരുത് എന്ന് നമ്മൾ പറയുന്നു എന്നുള്ള ഒരു ഓപ്പൺ ഡിസ്കഷൻ, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ കുട്ടികളുമായിട്ട് ഉണ്ടാക്കണം. അത് ആരോഗ്യകരമായ ഒരു ബന്ധം കൂടിയാണ് ഒരു രക്ഷിതാവ് എന്ന നിലയിൽ. അത് കുട്ടിയുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും വേണം. ഓരോ ഘട്ടത്തിലും ഈ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വേണം. അത് കുട്ടികളായിരിക്കുമ്പോൾ ഒരു 10 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടികളാണെങ്കിൽ അവർക്ക് കൂടുതലായിട്ടും ഈ ഗെയിംസിനോടൊക്കെ ആയിരിക്കും കൂടുതൽ ഇപ്പോഴത്തെ ഈ ഒരു സ്ക്രീനിങ് എടുത്ത് നോക്കുകയാണെങ്കിൽ, അതായത് മൊബൈലൊക്കെ വന്നതോട് കൂടിയിട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ, അപ്പോൾ അതിൻ്റെ ദോഷവശങ്ങളെ കുറിച്ചൊക്കെ ഒരു ഓപ്പൺ ഡിസ്കഷനായിട്ടും അല്ലെങ്കിൽ ഓപ്പൺ കമ്മ്യൂണിക്കേഷനായിട്ടൊക്കെ കുട്ടികൾ എടുത്ത് വെച്ചു കൊടുക്കാം. അപ്പോൾ കുട്ടികൾ അത് ആലോചിക്കും. നമ്മൾ വിചാരിക്കും കുട്ടികൾക്ക് ഇതൊന്നും അറിയില്ല, കുട്ടികൾക്കൊന്നും മനസ്സിലാവില്ല എന്നാണ് നമ്മളുടെ ധാരണ. പക്ഷെ അങ്ങനെയല്ല, കുട്ടികൾക്കൊക്കെ മനസ്സിലാവും. നമ്മളത് പറഞ്ഞു കൊടുക്കേണ്ട ഒരു താമസമേ ഉള്ളൂ. കുട്ടികൾ അത് കേട്ടോളും. അവിടെ നമ്മളുടെ ഒരു സമയക്കുറവോ
അവർക്ക് നമ്മുടെ ഒരു മുൻധാരണകളോ വെച്ചിട്ട് കുട്ടികളുടെ അടുത്ത് സംസാരിക്കരുത്. അവർക്കെല്ലാം മനസ്സിലാവും, അവരെല്ലാം ക്ലിയർ ആണ്. അപ്പൊ നമ്മൾ അത് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനിലൂടെ നമ്മളത് സാധിച്ചെടുക്കണം. അതാണ് ഒരു കുട്ടിയുടെ വളർച്ചയിൽ നമ്മൾ ഒരു രക്ഷിതാവ് എന്ന നിലക്ക് ഒരുപാട് പങ്ക് വഹിക്കുന്നുണ്ട്. ഈ ഓരോ പ്രായത്തിലും നമ്മൾ കൊടുക്കേണ്ട ഓരോ രീതികളുണ്ട്. ഓരോ പ്രായത്തിലും ഒരു രക്ഷിതാവ് എന്ന നിലക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരു സപ്പോർട്ട് ഉണ്ട്. ഒരു റോൾ മോഡൽസ് ആയിട്ട് നമ്മൾ എപ്പോഴും നിൽക്കുക എന്ന് പറയും. അതായത് നമ്മൾ ഒരു റോൾ മോഡൽ ആവുക. ഇപ്പൊ അവസാനം പറഞ്ഞിരിക്കുന്ന ഈ ഓപ്പൺ കമ്മ്യൂണിക്കേഷനിൽ വരെ നമ്മൾ നല്ല റോൾ മോഡൽസ് ആവുക. വീട്ടിൽ എങ്ങനെയാണോ നമ്മളുടെ വീട്ടിലെ അന്തരീക്ഷം, അതായിരിക്കും ആ കുട്ടിയുടെ വളർച്ചയുടെ ഘട്ടത്തിൽ ആ കുട്ടിയെ സ്വാധീനിക്കുന്നത്. വീട്ടിലകത്ത് നല്ല അന്തരീക്ഷം, സമാധാനപൂർണ്ണമുള്ള അന്തരീക്ഷമാണെങ്കിൽ ആ കുട്ടിയുടെ വളർച്ചയിലും അത് കാണും. ആ കുട്ടി വളരുന്ന സമയത്ത് ആ ഒരു വളർച്ചാഘട്ടത്തിലൂടെ ആയിരിക്കും പോവുക. അപ്പോൾ ഈ നമ്മുടെ വീട്ടില് പരസ്പര ബഹുമാനത്തോടെയുള്ള സംസാരമാണ് സംസാരിക്കുന്നതെങ്കിൽ ആ കുട്ടി പുറത്തിറങ്ങിയാലും എല്ലാവരോടും നല്ല ബഹുമാനത്തോടു കൂടിയും നല്ല ഡിസിപ്ലിനോട് കൂടിയിട്ട് സംസാരിച്ചിരിക്കും. അത് ആ കുട്ടിയുടെ വളർച്ചയുടെ ഒരു നല്ലൊരു ഘട്ടമാണ് നമ്മൾ ആ കുട്ടിക്ക് കൊടുക്കുന്നത്. ഇങ്ങനെ ഓരോ വയസ്സിലെ ഓരോ പ്രായത്തിലും ഓരോ ഘട്ടത്തിലും ആ കുട്ടിക്ക് നമ്മൾ ഓരോ എന്താ പറയുക, രക്ഷിതാക്കള് സ്വയം മനസ്സിലാക്കി തിരുത്തേണ്ടതുണ്ട്. തെറ്റുകൾ മനസ്സിലാക്കി സ്വയം മാറേണ്ടതുണ്ട്. അങ്ങനെ ഉണ്ടായാൽ മാത്രമേ ആ ഒരു കുട്ടിയുടെ വളർച്ച അതിൻ്റെ പൂർണ്ണ തോതിൽ എത്തുകയുള്ളൂ എന്നുള്ളതാണ് ഈ ഒരു ഗ്രോ വിത്ത് യുവർ ചൈൽഡ് എന്ന ഈ ഒരു മോർണിംഗ് സെഷനിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. നമ്മളൊന്നും രക്ഷിതാക്കൾ ആവാൻ വേണ്ടി നമ്മൾ യാതൊരു തരത്തിലുള്ള ട്രെയിനിങ്ങും നമുക്ക് കിട്ടുന്നില്ല, ആരും നമുക്ക് പറഞ്ഞു തരുന്നില്ല. പക്ഷെ നമ്മൾ ഒരു അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടിക്ക് ഇതൊക്കെ ആവശ്യമാണ്, നമ്മളുടെ കുട്ടിയുടെ വളർച്ചയ്ക്ക് ഇതൊക്കെ ആവശ്യമാണ് എന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് സ്വയം കുറച്ച് തിരുത്തലുകൾ നമ്മൾ വരുത്തണം, കുറച്ച് മാറ്റങ്ങൾ നമ്മൾ ഉണ്ടാവണം. അതാണ് ഞാൻ ആദ്യം ഉദ്ദേശിച്ചത്. ഒരു വ്യക്തിയിൽ നിന്നും ഒരു പാരന്റിലേക്ക് മാറുമ്പോൾ അവിടെ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമാവേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇതാണ് നമ്മളുടെ ഈ ഒരു സെഷനിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനുള്ളത്. നമുക്ക് ഒരുപാട് എന്താ പറയാ, ഇത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു ടോപ്പിക്കാണ്. പക്ഷെ എന്നാലും ഇത് ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ്. നമ്മൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ രക്ഷിതാക്കള്. വ്യക്തിയിൽ നിന്ന് രക്ഷിതാവിലേക്ക് പോകുമ്പോൾ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമാവണം, സ്വയം തിരുത്തലുകളിലേക്ക് വരണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഇനി എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് പരസ്പരം ചർച്ച ചെയ്യാനോ സംസാരിക്കാനോ ഉണ്ടെങ്കിൽ ആവാം. ഹലോ. താങ്ക് യു സച്ചിന മാം. ഇനി എന്തെങ്കിലും ചോദിക്കാനോ സംസാരിക്കാനോ ഉണ്ടെങ്കിൽ ആവാവുന്നതാണ്. ഹലോ. കേൾക്കുന്നുണ്ട് മാം. ഓക്കെ. അപ്പോൾ ഹലോ. കേൾക്കുന്നുണ്ടോ? ഓക്കെ, കേൾക്കുന്നുണ്ട് സർ. റേഞ്ച് ഇഷ്യൂ ഉണ്ട്, ഞാൻ വീട്ടിലാണ്. അപ്പൊ ഞാനിവിടെ കുട്ടികളുടെ കാര്യത്തിൽ ചെറിയൊരു ഇത് വെച്ചിട്ടുണ്ട്. അതായത് ഇവരുടെ വളർച്ചയിൽ ദേഷ്യം അതുപോലെ തന്നെ വാശിയും അവരുടെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് ഒരാഴ്ചയിൽ ഒരു ദിവസം ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഈ ആഴ്ചയിൽ ഒരു ദിവസം വീട്ടിലേക്ക് വരുമ്പോ ഇവരുടെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ, അതുപോലെ തന്നെ കൃത്യമായിട്ട് കുളിക്കുക, ടോയ്ലറ്റിൽ പോവുക, അതുപോലെ അവർ കഴിക്കുന്ന ഭക്ഷണം പ്ലേറ്റ് എടുത്തിട്ട് വരിക, അതുപോലെ അത് കൃത്യമായിട്ട് കഴുകി വെക്കുക, ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ഇവർ ചെയ്യുകയാണെങ്കിൽ ഞാൻ ആഴ്ചയിൽ ഒരു ശമ്പളം ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഇവര് പിടിക്കുന്ന വാശിക്കും ദേഷ്യക്കും അനുസരിച്ച് ശമ്പളത്തിൽ കട്ടും ചെയ്യുന്നുണ്ട്. അതുപോലെ വീട്ടിലെ സാധനങ്ങൾ ദേഷ്യം പിടിച്ചു വരുമ്പോഴോ അല്ലെങ്കിൽ ഇത് നശിപ്പിക്കുന്നതിനനുസരിച്ച് ഇവരെ ശമ്പളത്തിൽ നിന്ന് തന്നെ അത് ഇത് പൈസ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെയൊക്കെ കുറച്ചും കൂടെ ഒക്കെ ഒരുപാട് മാറ്റമുണ്ട്, നല്ല വ്യത്യാസം കാണിക്കുന്നുണ്ട്. അപ്പൊ അത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല.
അതെ അതെ അങ്ങനെ നമ്മൾ ഓരോന്നും നമ്മൾ ഇപ്പൊ അൻസാർ സാർ പറഞ്ഞത് നമുക്ക് പുതിയൊരു അറിവാണ്. ഇതൊക്കെ നമ്മളെ വീടുകളിൽ താങ്ക് യു സജന മാം. ഇതൊക്കെ നമുക്ക് നമ്മളെ വീടുകളിൽ നോക്കാവുന്നതാണ്, പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഇതൊക്കെ ഓരോരോ ഓരോരോ എന്താ പറയുക ഘട്ടങ്ങളാണ്. ഇത് ഓരോ കുട്ടിയുടെ ഓരോ ഘട്ടമാണ്. ഈ ഘട്ടത്തിലൂടെ നമ്മൾ ഇതൊക്കെ നമുക്ക് നമ്മളെ വീടുകളിൽ കൊണ്ടുവരാം. അങ്ങനെ പല പല മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ നമ്മളെ വീട് കുട്ടിയുടെ വളർച്ച വളരെ സ്മൂത്തായിട്ട് പോകും എന്നുള്ളതാണ്. ഇനി വേറെ ആരെങ്കിലും? ഹലോ സജന മാം. മാം കേൾക്കുന്നുണ്ട്. ഓക്കെ. 3 ടൈം നമ്മളെപ്പോഴും നമ്മുടെ പ്രധാനമായിട്ട് നമ്മുടെ മക്കളെടുത്ത് എന്തായാലും ഉണ്ടായിരിക്കണം. ഒന്ന് അവര് രാത്രി കിടന്നുറങ്ങാൻ നേരം നമ്മൾ അവരെ അടുത്ത് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യണം. അതുപോലെ തന്നെ അതെ. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യണം. നമ്മളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ അവർ എഴുന്നേൽക്കുമ്പോ എന്താ പറയാ ഷൗട്ട് ചെയ്യണ പോലെ ആയിരിക്കും വിളിക്കുക അല്ലെ. എഴുന്നേൽക്കാനാകുമ്പോൾ നമുക്കും ബിസിയാണ്. അപ്പൊ നമുക്കും ദേഷ്യം വരും. പക്ഷെ അവരുടെ അടുത്ത് നമുക്ക് കാമായിട്ടിന്ന് അവരെ വിളിച്ച് തലോടി അവരെ അടുത്ത് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് അങ്ങനെ ഇതാക്കുമ്പോൾ അവർക്കും ആ ഒരു ഡേ ഭയങ്കര ഒരു ഇതായിട്ട് തോന്നും. അതുപോലെ തന്നെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അവർ ഭയങ്കര ഇമോഷണൽ ആയിട്ടൊക്കെ ആയിരിക്കും. സ്കൂളിൽ പല ഇതുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ അവരായിട്ട് വളരെ സമാധാനമായിട്ടിരുന്ന് സംസാരിക്കുമ്പോൾ അത് ആ ഒരു 3 ടൈം ഭയങ്കര എഫക്റ്റീവ് ആണെന്നാണ് പറയുന്നത്. അതെ അതെ. ഈ 3 സമയത്ത് നമ്മളുടെ ഈ വേണ്ട ഏറ്റവും ഒരു 3 സമയമാണ് ഇപ്പൊ സജന മാം പറഞ്ഞത്. വളരെ കറക്റ്റാണ്. അത് സ്കൂൾ വിട്ട് വരുന്ന ആ സമയത്ത്, നമ്മൾ രാത്രി കിടക്കുന്ന സമയത്ത്, ഈ രാവിലെ എണീക്കുന്ന സമയത്ത് ഫ്രഷ് മൈൻഡായിട്ട് കുട്ടീനെ നമ്മൾ എണീപ്പിക്കാൻ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ഭയങ്കരമായിട്ട് കുലുക്കി വിളിച്ച് ചീത്ത പറഞ്ഞ് ഷൗട്ട് ചെയ്ത് നമ്മളുടെ പോവാനുള്ള അല്ലെങ്കിൽ ജോലിക്കെല്ലാം പോകുന്ന അമ്മമാരാണെങ്കിൽ ആ ഒരു തിരക്കുണ്ടല്ലോ, ആ തിരക്കിൽ നമ്മൾ കുട്ടീനെ പിടിച്ച് വല്ലാണ്ട് ആക്കിയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ കുട്ടീനെ വിളിക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് നിർത്തിവെച്ച് വളരെ സ്നേഹത്തോടു കൂടി നമ്മൾ കുട്ടീനെ വിളിച്ച് തലോടി എണീപ്പിച്ച് കൊണ്ടുപോക്കുകയാണെങ്കിൽ അത് ആ ഒരു വാശിയും ആ ഉറക്കത്തിലുള്ള ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഒരുപാട് മാറിക്കിട്ടും. ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടേ. സംഭവം അതൊരു വീഡിയോ ആണ്. എന്നാലും എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയത്. അതെങ്ങനെയാന്ന് വെച്ചാൽ ഒരു അച്ഛൻ മൂത്ത കുട്ടീനെ എന്തോ ഷൗട്ട് ചെയ്യണ്. കയ്യിൽ വടിയൊക്കെ ഉണ്ട്. മൂത്ത കുട്ടി എന്ന് പറയുമ്പോൾ ഒരു 7-8 വയസ്സൊക്കെ ഉണ്ടായിട്ടുണ്ടാവുണ്ട. അപ്പോൾ ആ സമയത്ത് ഒരു ചെറിയ കുട്ടി, അതായത് 2 വയസ്സ് 3 വയസ്സൊക്കെ ഉള്ള ഒരു കുട്ടി വന്നിട്ട് 2 സ്റ്റൂളായിട്ട് വരികയാണ്. എന്നിട്ട് അച്ഛനോട് ഇരിക്കാൻ പറയണേ. ഇരുന്ന് സംസാരിക്കാൻ പറഞ്ഞിട്ട് അച്ഛനും സ്റ്റൂൾ ഇട്ട് കൊടുക്കണ്, പിന്നെ ഈ ചേട്ടനും സ്റ്റൂൾ ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഈ കുട്ടി ഒരു ഗ്ലാസ് വെള്ളവും കൊണ്ടുവരണം. എന്നിട്ട് ഈ ചേട്ടന് കുടിക്കാൻ കൊടുക്കണം. എന്നിട്ട് അച്ഛന്റെ കയ്യിലുള്ള വടി വാങ്ങിച്ചിട്ട് എറിയണം. ഈ 2 വയസ്സ് 3 വയസ്സുള്ള കുട്ടീനെ ഇതൊക്കെ ചെയ്യണേട്ടാ. അപ്പൊ എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. അപ്പൊ സമാധാനപരമായിട്ട് ഇരുന്ന് സംസാരിച്ച് സോൾവ് ചെയ്യാന്നുള്ളതാണ് കുട്ടിയെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഞാൻ ആ വീഡിയോ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത് കണ്ടപ്പോ. അതെ, ആ വീഡിയോ പിന്നെ നമ്മള് ഇപ്പൊ ഫേസ്ബുക്കിൽ ഒരുപാട് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഞാനും കണ്ടു. അത് നല്ലൊരു മെസ്സേജാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു വീഡിയോ തരുന്നത്. അപ്പോൾ നമ്മൾ അത് ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ കുട്ടികൾക്ക് കാണിച്ചു കൊടുത്താൽ അത് കുറച്ചും കൂടി എഫക്റ്റീവ് ആവും കുട്ടിയുടെ ഗ്രോത്തിൽ. ഹലോ സജന മാം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ, ആഡ് ചെയ്യാനുണ്ടോ? റൗസർ. എന്നാ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ജസീന മാം. ഓ ഓക്കെ സജന മാം. അപ്പോൾ ഈ സൺഡേ ആയിട്ട് കൂടി ഇവിടെ മോർണിംഗ് സെഷൻ കേൾക്കാൻ വന്ന എല്ലാവർക്കും, എന്നെ ഇൻവൈറ്റ് ചെയ്ത സജന മാമിനും ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്ന വിംബിൾ അക്കാദമിക്കും ഒരുപാട് നന്ദി. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു ഓൾ.